മനീഷ കൊയ്രാളയുടെ അമരതാരം എന്ന ജീവിതകഥയുടെ അവസാന അധ്യായമാണ് ജീവിക്കുന്ന പുതിയ ഞാൻ എന്ന അധ്യായത്തോടുകൂടി അവർ അമരതാരം എന്ന അവരുടെ ആത്മകഥ അവസാനിപ്പിക്കുകയാണ്. അതിനകത്ത് അവർ പറയുന്നു, അതിന് തൊട്ട് മുന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് പറയുന്നു, സെൽഫ് ലവ് വേണം, സ്വയം സ്നേഹിക്കാൻ പഠിക്കണം. നമ്മൾ മറ്റാരാലും പുറത്തുനിന്നും മറ്റൊരു വ്യക്തിയും അവർ കൃത്യമായി പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ അത് പുരുഷന്മാരാൽ നമ്മളെ ജഡ്ജ് ചെയ്യപ്പെടാൻ നമ്മൾ നിന്നു കൊടുക്കരുത്. അത് നമ്മളല്ല, അതിന് നിന്നു കൊടുക്കേണ്ട ആളുകളല്ല ഒരു സ്ത്രീയും എന്നുള്ള അർത്ഥത്തിൽ അവർ പറയുന്നു. കൂടാതെ നമ്മളെ തന്നെ സ്വയം വിശ്വസിക്കുകയും നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മൾ സ്വയം അലിഞ്ഞു ചേർന്ന് അത് പ്രകടിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. യാതൊരു വിധത്തിലും ഒരു മനുഷ്യൻ്റെയും വിധി കൽപ്പിക്കുന്നതിനും വിമർശനങ്ങൾക്കും നിന്നു കൊടുക്കേണ്ട ആൾക്കാരല്ല നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു. അത് സെൽഫ് ലവിനെ കുറിച്ച് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥതയുടെ ഭാഗമല്ല. സ്വയം നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെയും നമ്മുടെ സ്ഥാനമാനങ്ങളെയും നമ്മുടെ ജീവിത രീതികളെയും എല്ലാം തന്നെ നമ്മൾ ഒരർത്ഥത്തിലും ഇകഴ്ത്തരുത്. നമ്മുടെ കഴിവുകളെ ഓർത്തുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാലത്തെ വിജയങ്ങളെയും നേട്ടങ്ങളെയും നമ്മുടെ പ്രവൃത്തിയെയും ശ്ലാഘിച്ചുകൊണ്ട് സ്വയം മേലിൽ തട്ടി നമ്മൾ അഭിമാനിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഈ പുതിയ ഞാൻ എന്ന് പറയുന്ന ഈ ക്യാൻസർ ബാധയ്ക്കും അതിന് ശേഷവും അതിന് മുന്നും പിൻപും ഉള്ള എല്ലാ കാര്യങ്ങളും നന്മതിന്മകളും അതിനിടയ്ക്ക് അനുഭവിച്ച ദുരവസ്ഥയും ഒക്കെ തന്നെ അവർ ആലോചിച്ചുകൊണ്ട് അവർ പറയുന്നു, പുതിയ ഞാൻ എന്ന് പറയുന്ന മനീഷയുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം, ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗം, ഈ ബയോഗ്രഫിയുടെ അവസാന ഭാഗത്ത് അവർ ഇത് പറയുമ്പോൾ അവർ 1942 1942 എന്ന സിനിമയ്ക്ക് 1942 എ ലവ് സ്റ്റോറി എന്ന സിനിമയ്ക്കുള്ള സ്ക്രീൻ ടെസ്റ്റിന് അവർ പോകുന്നു. അസുഖമൊക്കെ മാറി ഈ പറഞ്ഞ രീതിയിൽ വളരെ ആത്മസംയമനം വന്നു, ആത്മപരിശോധന നടത്തി, സ്വയം സ്നേഹിക്കപ്പെടുവാൻ ഉള്ള മാനസികാവസ്ഥയൊക്കെ അവർ നേടി. എന്നിട്ട് അവർ പറയുന്നു, വിധു വിനോദ് ചോപ്ര, അത് മുംബൈയിലെ ഏറ്റവും വലിയ മുതിർന്ന പ്രൊഡ്യൂസറാണ്. വിധു വിനോദ് ചോപ്രയുടെ സിനിമയ്ക്ക് 1942 എ ലവ് സ്റ്റോറി എന്ന സിനിമയ്ക്ക് വേണ്ടി അവരെ സ്ക്രീൻ ടെസ്റ്റിന് വിളിച്ചു, അവരെ ഓഡിഷന് വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, അവരന്ന് ആ സമയത്ത് അവർ കാഠ്മണ്ഡുവിൽ അവർ ഈ ക്യാൻസർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രബോധനങ്ങൾ നടത്തി നിൽക്കുകയായിരുന്നു. അത്തരം ആളുകൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും സാമൂഹിക വേദികളിലും ഒക്കെ ചെന്ന് ആളുകളെ പ്രബോധിപ്പിക്കുന്ന ഒരു സാഹചര്യം. അവിടെയെല്ലാം പ്രബോധനം എന്ന് പറയുന്നത് മാനസികമായിട്ട് നിങ്ങളിൽ അമ്ല ഗുണമുണ്ടാക്കുന്ന നെഗറ്റീവ് വിചാരങ്ങളെയും ചിന്തകളെയും അത്തരം വിദ്വേഷത്തെയും മാനസികമായിട്ട് ക്ലേശപ്പെടുത്തുന്ന ഒരു ചിന്തകളും ഉൾക്കൊണ്ട് നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ജീവിക്കണം, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രബോധനം നടക്കുന്നതിനിടയ്ക്കാണ് വിധു വിനോദ് ചോപ്ര എന്ന് പറഞ്ഞ മുതിർന്ന പ്രൊഡ്യൂസർ അവർ വിളിക്കുന്നത് ഈ 1942 എ ലവ് സ്റ്റോറി എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ. അപ്പോൾ അവിടെ വിളിച്ചു. അവർ അപ്പോൾ വാക്ക് കൊടുത്തിട്ടില്ല. എന്നാലും ഒരു 10 ദിവസത്തിനുള്ളിൽ അവർ ബോംബെയിൽ കാഠ്മണ്ഡുവിൽ നിന്നും പറന്നെത്തി വിധു വിനോദ് ചോപ്രയുടെ മുന്നിൽ ചെല്ലുന്നു. അദ്ദേഹം ഈ പറഞ്ഞ സിനിമയുടെ ഒരു പ്രത്യേക പോർഷൻ പറഞ്ഞിട്ട് അവരോട് അഭിനയിക്കാൻ പറഞ്ഞു. അവർ അതിന് ഓഡിഷൻ ടെസ്റ്റിന് വിധേയമായിട്ട് നിന്നപ്പോഴേക്കും വിധു വിനോദ് ചോപ്ര എന്ന് പറയുന്ന ഈ മുതിർന്ന പ്രൊഡ്യൂസർ, ഏറ്റവും വലിയ പ്രഗത്ഭനായിട്ടുള്ള പ്രൊഡ്യൂസറും നല്ല സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളുമാണ് അദ്ദേഹം പറയുന്നു, മനീഷ, നീ എന്തൊരു ദാരുണമായ അഭിനയമാണ് നീ കാഴ്ചവെച്ചിരിക്കുന്നത്, നീ ഒരു മിസറബിൾ ആക്ട്രസ്സാണ്, നീ വല്ലാതെ നിരാശപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവരുടെ ഓഡിഷൻ ടെസ്റ്റിൻ്റെ അന്ന് പറഞ്ഞു. അവരെ അത് വല്ലാതെ തളർത്തി. അവർക്ക് ഈ പറഞ്ഞ സംഘർഷഭരിതമായ ഒരു കാലഘട്ടം കഴിഞ്ഞ് അസുഖം ഭേദമായി അവർ വേറൊരു ചിന്താഗതിയിലേക്കും ഇതിലേക്കും ഒക്കെ ജീവിച്ച് ഒന്ന് സ്വാസ്ഥ്യമായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സിനിമയ്ക്ക് ഓഡിഷന് വിളിച്ചത്. അപ്പോൾ അത് അവർക്ക് കൂടുതൽ പ്രകടിപ്പിക്കുവാൻ, അവരുടെ ശരിയായ ടാലൻറ്റ് പ്രകടിപ്പിക്കുവാൻ ഒരു അവസരമായി അവർക്കത് ആ സമയത്ത് ഓഡിഷൻ ടെസ്റ്റിൽ അവർക്കത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിന് അവർക്ക് കിട്ടിയ മറുപടി ഇതായിരുന്നു, നിങ്ങളുടെ പ്രകടനം ഇത്ര ദാരുണമായ പരാജയമാണത്, ഇത്ര മിസറബിളായ ഒരു ആക്ടറാണോ നിങ്ങൾ എന്ന് വിധു വിനോദ് ചോപ്ര അവരോട് ചോദിക്കുന്നു. അതവരെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് 24 മണിക്കൂർ തരണം,
ഞാൻ തിരിച്ചു വരും, ഞാൻ താങ്കൾ ഈ പറയുന്ന കഥാപാത്രത്തെ ഇതായി തന്നെ ഞാൻ അവതരിപ്പിക്കും എന്ന് പറയുന്നു. ആ രീതിയിൽ അവർ എന്നിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകുന്നു, മുംബൈയിലെ വീട്ടിൽ പോകുന്നു. അവിടെ അവരുടെ അമ്മ കൂടെയുണ്ട്, മനീഷയുടെ അമ്മ കൂടെയുണ്ട്. അവിടെ ചെന്ന് അവർ ഈ കൊടുത്ത സ്ക്രിപ്റ്റ് അവർ അവിടെ മിററിൻ്റെ മുന്നിൽ നിന്ന് 24 മണിക്കൂറെടുത്തും അത് പ്രാക്ടീസ് ചെയ്തു, അത് റിഹേഴ്സ് ചെയ്തു. അപ്പോഴേക്കും അവരുടെ അമ്മ പറയുന്നു, മനീഷയുടെ അമ്മ പറയുന്നു, മനീഷ നീ ഇങ്ങനെ സ്വയം നിന്നെ കൊല്ലല്ലേ, നിനക്ക് മറ്റൊരവസരം, നിനക്ക് നീ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിൽ നിന്നൊക്കെ കരകയറിയല്ലേ ഉള്ളൂ, നിനക്ക് മറ്റൊരവസരത്തിൽ നിൻ്റെ കഴിവുകൾ നിനക്ക് പ്രകടിപ്പിക്കാം, ഈ സിനിമയ്ക്ക് വേണ്ടി നീ ഇത്രയധികം അധ്വാനിക്കേണ്ട, നീ വിട്ടേക്ക് എന്ന് അവരുടെ അമ്മ അവരെ ഉപദേശിക്കുന്നു. അത്ര കഠിനമായി അവർ റിഹേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ അവർ പറയുന്നില്ല, എനിക്ക് എൻ്റെ മെറ്റൽ, എൻ്റെ കഴിവിനെ, എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തെ എനിക്ക് കളയാൻ പറ്റില്ല, എനിക്കിത് കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവർ റിഹേഴ്സൽ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ചെന്ന് വിധു വിനോദ് ചോപ്രയുടെ മുന്നിൽ ചെന്നിട്ട് ഈ കൊടുത്ത സ്ക്രിപ്റ്റ് അവർ അവതരിപ്പിക്കുന്നു. ഈ കൊടുത്ത സ്ക്രിപ്റ്റ് വീണ്ടും അവർ അവതരിപ്പിച്ചപ്പോൾ കുറച്ചു നേരം സ്തബ്ധനായി നിന്നു എന്നാണ് പറയുന്നത്. അവർ തന്നെ ഈ പുസ്തകത്തിനകത്ത് പറയുന്നു, വിധു വിനോദ് ചോപ്ര മറുപടിയൊന്നും പറയാതെ ഏതാണ്ട് 2-3 മിനിറ്റത്തേക്കൊന്നും മിണ്ടാതെ മനീഷയെ ഇങ്ങനെ നോക്കി വളരെ അനുകമ്പയോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി നോക്കി അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മനീഷയ്ക്ക് ആശങ്ക വരുന്നു, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നീ ഒരു മിസറബിൾ ആക്ടറാണ് എന്ന് വല്ലതും പറഞ്ഞു കളയുമോ എന്ന് ഭയന്നു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നു, മനീഷ നീ ഇന്നലെ വട്ടപൂജ്യമായിരുന്നു, ഇപ്പോൾ നീ 100 കഴിഞ്ഞു, 100നും മേളിലാണ്, നീ അതിസമ്പന്നമായി അഭിനയിച്ചിരിക്കുന്നു, നീ ഇങ്ങനെയാണ് എൻ്റെ ഈ സിനിമയിൽ ഓരോ നിമിഷത്തിലും നീ അഭിനയിക്കാൻ നീ തീരുമാനിക്കുന്നതെങ്കിൽ, നീ ഇത്രയും അർപ്പിച്ച് നിൻ്റെ അഭിനയ ശേഷി നീ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഈ മാധുരി ദീക്ഷിത്തിന് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഈ അവസരം നിന്നെക്കൊണ്ട് ഞാൻ കരാറിൽ ഒപ്പിടിയിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അവരുടെ ഈ ജീവിച്ചിരിക്കുന്ന പുതിയ ഞാൻ എന്ന ചാപ്റ്ററിൽ അവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. തുടർന്ന് അവർ പറയുന്നുണ്ട്, എനിക്കിനിയും പ്രണയിക്കണം, എനിക്കിനിയും ഒരു കൂട്ടുകാരനെ വേണം, ഒരു കമ്പാനിയനെ വേണം എന്ന് അവർ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അവർ അടുത്ത നിമിഷം പറയുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അടുത്ത നിമിഷം അവർ പറയുന്നു, മുൻകാലങ്ങളിൽ അവരൊരിക്കൽ വിവാഹിതയായിരുന്നു, പക്ഷേ അത് അധിക നാൾ തുടർന്നിട്ടില്ല, അത് പെട്ടെന്ന് പിരിഞ്ഞു. അത് കഴിഞ്ഞ് അതിനിടയ്ക്കും അസുഖം രോഗബാധയായിട്ട് സ്ലോവൻ കെറ്ററിംഗ് ഹോസ്പിറ്റൽ ചികിത്സയിൽ കിടക്കുമ്പോൾ പോലും, വളരെ ദാരുണമായ രീതിയിൽ, വളരെ ഭീകരാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ഒരു പ്രണയം അവർക്ക് വരുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം തന്നെ മറ്റു പല താല്പര്യങ്ങളോടുകൂടി അവരെ സമീപിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയകരമായ ഒരു ജീവിതം, അവർക്ക് ഒരു സമ്പർക്കത്തിന് പറ്റിയ ഒരാളെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും അങ്ങനൊരു അവസരം വന്നാൽ എനിക്ക് വേണം, ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. പക്ഷേ ഞാൻ അതിൽ സംശുദ്ധമായ ഒരു വ്യക്തിത്വമുള്ള ഒരുത്തനിൽ മാത്രമേ ഞാൻ എൻ്റെ മനസ്സിനെ കൊടുക്കുകയുള്ളൂ. എനിക്ക് എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, എൻ്റെ കുറ്റവും കുറവും കഴിവും എല്ലാം തന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്. അതുപോലെ അദ്ദേഹത്തിനെയും എനിക്ക് സഹായിക്കാൻ കഴിയാൻ എൻ്റെ കഴിവുകളെയോ എൻ്റെ താല്പര്യങ്ങളെയോ കൂടെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾ, അങ്ങനെയുള്ളൊരാളെ എനിക്ക് വേണം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവരെല്ലാ സിനിമകളിലും തന്നെ വളരെ കാതരയായിട്ട്, കളയബരയായിട്ട്, വളരെ തരളമായ നായികയായിട്ട്, സുന്ദരിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചു എന്ന് പറഞ്ഞ് മധ്യവയസ്കയാകുന്നു. അതിലേക്ക് മധ്യവയസ്കയായി തന്നെ അഭിനയങ്ങൾ നടത്തുന്നുമുണ്ട്. അപ്പോൾ വീണ്ടും ഇനിയും അവർക്ക് ഈ സിനിമ 1942 എ ലവ് സ്റ്റോറി എന്ന് പറയുന്ന സിനിമ, അത് യഥാർത്ഥത്തിൽ തിയേറ്ററിൽ ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു, എക്കാലത്തെയും ഹിറ്റായിരുന്നു. അവരുടെ സിനിമകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച വളരെ വൻ വിജയമായിരുന്ന ഒരു സിനിമയായിരുന്നു അത് തുടർന്ന് അത് പിന്നും പല സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. ഈ മധ്യവയസ്കയായി എന്ന് പറയുമ്പോൾ അവർ നായിക വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ പരിവേഷം, ആ 80 സിനിമകളിൽ സുന്ദരിയായിട്ട്, ഏഷ്യയിലെ തന്നെ ഏറ്റവും സുന്ദരിയായ നടി എന്നുള്ള നിലയ്ക്ക് അവർ വിരാജിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ വാങ്ങിക്കൂട്ടിയത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ആകർഷകത്വം നിറഞ്ഞ അവരുടെ ലേഡീസ് ബാഗ്, ചെരുപ്പ്, അവരുടെ അറ്റയർ മൊത്തം
വേഷവിധാനങ്ങളെല്ലാം തന്നെ വളരെ സമ്പന്നവും വളരെ വർണ്ണാഭവുമായ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ അസുഖത്തിന് ശേഷം അസുഖം ഭേദമായി പിന്നെയും മധ്യവയസ്കയായി വീണ്ടും അഭിനയിക്കുമ്പോഴെല്ലാം ഇതൊക്കെ ഉണ്ടപ്പോഴും ഇതെല്ലാം ഉണ്ട്, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനോടെല്ലാം അവർക്കൊരു പഴയതുപോലുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവരതിൽ നിന്നൊക്കെ അത്തരം വികാരങ്ങളിൽ നിന്നും അത്തരം ഭൗതികതയിൽ നിന്നുള്ള ആകർഷണത്തിൽ നിന്നൊക്കെ അവർ ഡിറ്റാച്ച്ഡ് ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് തുടർന്നവർ പറയുന്നത്. ആ രീതിയിൽ അവരെ തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിച്ചിരിക്കുന്നു. അവർ പ്രകൃതിയെ നൽകുന്ന വടിവുകളും ഉടവുകളും അടയാളങ്ങളും കറുപ്പ് അങ്ങനെയൊക്കെയുള്ള അടയാളങ്ങൾ നമുക്കറിയാം. അവരുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവർ തന്നെ പറയുന്നു, വെളുത്ത അതിമനോഹരമായ വെളുത്ത മാർബിൾ പോലുള്ളവരുടെ ശരീരം വികൃതമായി സ്റ്റേപ്പിൾ ചെയ്ത് ഇവിടെ ഹൃദയത്തിൻ്റെ താഴെ മുതൽ ഈ നെഞ്ചിന് ഇവിടം മുതൽ താഴോട്ട് ഇങ്ങനെ കീറി മുറിച്ച് സ്റ്റേപ്പിൾ ചെയ്തിരിക്കുന്ന വികൃതമായിരുന്ന ഒരു ശരീരത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാ അർത്ഥത്തിലും സുന്ദരിയായിരുന്നു എന്ന് അവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള വികാരങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടൊരു അഭൗമമായ ഒരു സ്വയം സ്നേഹിക്കുക എന്നുള്ള സ്വാർത്ഥതയുടെ അല്ലാത്തതായ ഒരു വികാരത്തിലേക്ക് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അവർ മുംബൈയിൽ തന്നെ സുന്ദരിയായി തന്നെ ജീവിക്കുന്നു. മുംബൈയിൽ ഉള്ള അവസരങ്ങൾ ആ പ്രായത്തിൻ്റേതായ രീതിയിൽ അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ നായിക വേഷങ്ങൾ എന്ന നിർബന്ധമില്ലാതെ തന്നെ ജീവിക്കാൻ അവർ തീരുമാനിച്ചു ഇരിക്കുന്നു.